എല്ലാവർക്കും ഇന്ത്യൻ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മസാലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫിഷ് മസാലക്കറിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ നെയ്മീനാണ് ഞാനിവിടെ ഈ മസാലക്കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ പച്ചമല്ലി, 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, 5 കാശ്മീരി ചില്ലി, 8-10 കുരുമുളക് ഇവയെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ പുളിവെള്ളം എടുത്ത് നമ്മുടെ ഈ പൊടിച്ചു വെച്ച മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ മസാല പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ മസാല നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയ 2 സവാള ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഫിഷ് മസാലക്കറി പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൂടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയോട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ഫിഷ് കറിയാണിത്. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.